കാസർഗോഡ് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്ത ജാനകിക്കും കുടുംബത്തിനും സഹായവുമായി ആലപ്പുഴ സ്വദേശി ജപ്തി നടപടി വാർത്തയായതിന് പിന്നാലെയാണ് ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ പണമടച്ചത്. സരീഷ് പി കെ ചേർന്നു. സരീഷ്, ഈ ജപ്തിയുടെ പേരിൽ ഒരാളെ പോലും വീട്ടിൽ നിന്നും പുറത്തിറക്കി വിടരുത് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ് മാസങ്ങളാകുന്നതിന് മുൻപാണ് കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു നടപടി. ആളില്ലാത്ത വീട്ടിൽ അതിക്രമിച്ചു കയറി ജപ്തി നടപ്പാക്കിയത്. ഇപ്പോൾ സഹായഹസ്തവുമായി എത്തിയിരിക്കുന്നത് ആരാണ്? എന്താണ് വിവരങ്ങൾ? ഇന്നലെയായിരുന്നു ഈ കാസർകോട്ടെ വീട്ടിൽ കയറി ആളില്ലാത്ത വീട്ടിൽ കയറി കേരള ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ ജാനകിയും ഒപ്പം തന്നെ മകനും മരുമകളും കുട്ടികളും ഉൾപ്പെടെ ഈ വീടിന്റെ വരാന്തയിലായിരുന്നു കഴിഞ്ഞത്. ഇന്ന് രാവിലെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ പുറം ലോകം ഈ കാര്യം അറിയുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചേർത്തല സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഈ ബാധ്യതകൾ ഏറ്റെടുക്കാം എന്ന് കുടുംബത്തെ അറിയിക്കുകയും തൊട്ടു പിന്നാലെ വൈകിട്ടോടെ തന്നെ ബാങ്കിന് നൽകേണ്ട പണം മുഴുവനായി ഈ ബാങ്ക് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയൊരു ആശ്വാസമായി ഈ കാര്യങ്ങൾ മാറുകയാണ്. പക്ഷെ അപ്പോഴും ചോദ്യമായി നിൽക്കുന്നത്, ഒരാളെ പോലും വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല, അല്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാവരുത് എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതയ്ക്ക് നേരെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ കാർഷിക ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്ത വ്യക്തിക്ക് നേരെയും ഒക്കെ സംസ്ഥാന സർക്കാരിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ നേതൃത്വം നൽകുന്ന കേരള ബാങ്കിൽ നിന്നും ഇത്തരത്തിലൊരു ജപ്തി നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. എന്തായാലും ഏറ്റവും ഈ കുടുംബത്തിന് ആശ്വാസകരമാവുന്നത് ഈ കാര്യങ്ങൾ വാർത്ത കണ്ടറിഞ്ഞ ഒരു വ്യക്തി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചേർത്തല സ്വദേശിയായ ആൾ ഇടപെടുകയും ഈ കാര്യത്തിൽ കൃത്യമായി ഉടൻ തന്നെ പണം നൽകുകയും അടുത്ത ദിവസം തന്നെ ഈ വീട് ഈ നടപടികൾ പൂർത്തീകരിച്ച് വീട് ഇവർക്ക് തുറന്നു കൊടുക്കും എന്നാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശരി, സരീഷ് പി കെ വിവരങ്ങൾ നൽകി.